ആ മനസ്സിന്റെ തോന്നലിന് ശരീരത്തെ കൊണ്ടുപോകും. മഹാന്മാർക്ക് തോന്നാതിരുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് ഉമറന്നവരുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ പാടിയ പാട്ട് പോലെ അവരുടെ മനസ്സിൽ തോന്നിയെങ്കിലും അത് നടപ്പിലാക്കാൻ ശരീരം അവർ അനുവദിച്ചില്ല. ഇവിടെയാണ് പിഴവ്. അപ്പൊ നാം നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മളിവിടെ ചതിക്കുകയാണ്, തെറ്റുകളിലേക്ക് തോന്നിയ പോലെ വിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിലായി പോയി. മതി ശരീരമേ, നീ ആസ്വദിച്ചത് മതി, തെറ്റുകളുടെ പുറകെ പോയത് മതി, ഇന്ന് നീ തിരിച്ചു വരൂ. ഇത്രയും കാലം കഴിഞ്ഞു പോയില്ലേ? കണ്ട, താഴ്ന്നവർക്ക്, നമ്മെപ്പോലുള്ളവർക്ക് വലിയ ആശ്വാസമാണ്. ചെയ്തതിരിക്കട്ടെ, ഇനിയും ചെയ്തതിന്റെ പുറകെ പോകല്ലേ. ഇത്രയും വയസ്സായില്ലേ, ഇത്രയും കാലമായില്ലേ, ഇനിയെങ്കിലും നീ തിരിച്ചു വരൂ, ഇനിയെങ്കിലും നീ തിരിച്ചു വരൂ ശരീരമേ. ഇങ്ങനെ തിരിച്ചു വരാൻ നിന്നെ ചിന്തിപ്പിക്കുന്ന, നിനക്ക് ഉപദേശം നൽകുന്നൊരു സമയം നിനക്ക് ലഭിക്കാതെ വന്നാൽ, നിനക്ക് കിട്ടാതെ വന്നാൽ, ശരീരമേ, നീ നിന്റെ ശരീരത്തെ ഇവിടെ നീ ചതിക്കുകയല്ലേ, നാളെ പരലോകത്ത് പരാജയമല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഈ വിഷയം ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു ചരിത്രം കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞുപോയ കാലത്തിൽ ഈ ഉറക്കം വിളച്ചിരിക്കുന്ന നമുക്ക് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് വെറുക്കുമാറാവട്ടെ. ഇനി അങ്ങോട്ട് കൂടുതൽ ചിന്തിക്കാൻ, ഇബാദത്തുകൾ പെരുപ്പിക്കാൻ, ഇബാദത്തില്ലാത്തവരാണെങ്കിൽ നമസ്കരിക്കാനും നോമ്പെടുക്കാനും നല്ല കാര്യം ചെയ്യാനും അല്ലാഹു അവന്റെ ഹബീബിന്റെ പേരിൽ സംഘടിപ്പിച്ച ഈ മജ്ലിസിൽ വന്നു ചേർന്നതിന്റെ മഹത്വം കൊണ്ട്, ഈ വിജ്ഞാനം കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. സഹോദരങ്ങളെ, ഒരു ചരിത്രം നിങ്ങൾ കേട്ടു. പണ്ട് കാലത്ത് സംഭവിച്ച ഒരു സംഭവമാണ് ഇമാമുകൾ കിതാബിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. 3 ചെറുപ്പക്കാർ, 3 സഹോദരന്മാർ, നല്ല ഇബാദത്തുകാരാണ്, നല്ലവണ്ണം ഇബാദത്ത് ചെയ്യുന്ന, ഭക്ഷണം പോലും കഴിക്കാതെ ഇബാദത്ത് ചെയ്യുന്ന നല്ല 3 ചെറുപ്പക്കാർ യാത്ര പോവുകയാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി യാത്ര പോകുന്നു. ഹജ്ജിന്റെ യാത്ര പഴയ കാലം എത്രയോ മാസങ്ങളെടുത്ത് സഞ്ചാരമാണ്, നമുക്കറിയാം. പക്ഷേ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഈ 3 ചെറുപ്പക്കാർ യാത്ര പോകുന്നത് ഭക്ഷണം ഒന്നും എടുക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഈ 3 ചെറുപ്പക്കാർ തങ്ങളുടെ യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ഒരു ഗ്രാമത്തിൽ അല്പം വിശ്രമത്തിന് ഇറങ്ങി. ആ ഗ്രാമത്തിൽ പാർക്കുന്നത് ക്രിസ്ത്യാനികളാണ്. അധികവും ക്രിസ്ത്യാനികൾ പാർക്കുന്ന ഗ്രാമത്തിൽ താമസിക്കാൻ ഇറങ്ങിയ ഈ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ജീവിക്കുന്നവർ, ഇബാദത്തിന്റെ വഴിയിൽ അല്ലാഹുവിന് പൊരുത്തപ്പെട്ട് കർമ്മം ചെയ്യുന്നവരിൽ ഒരുമിച്ചിട്ടുള്ള 3 ചെറുപ്പക്കാർ, ബലാബലം നിന്ന് ഇബാദത്ത് ചെയ്യുന്നവർ. ഈ 3 ചെറുപ്പക്കാര് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കാണാനിടയായി. ആ ഗ്രാമത്തിൽ വെച്ചൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിന്റെ സൗന്ദര്യം ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നുപോയി. ആ പെണ്ണിനോട് സ്നേഹം വന്നുപോയി. ഇദ്ദേഹത്തിന് ആ വിചാരം വന്നുപോയി. കൂടെ ഉള്ള 2 ചെറുപ്പക്കാർ അറിയുന്നില്ല, സഹോദരന്മാർ അറിയുന്നില്ല. തിരിച്ച് അവിടെ വിശ്രമം കഴിഞ്ഞ് യാത്ര തുടങ്ങുന്ന സമയം ആ 2 സുഹൃത്തുക്കൾ ഈ സഹോദരനെ വിളിക്കുകയാണ്. സുഹൃത്തെ, നമുക്ക് പോകാൻ സമയമായി, യാത്ര പോകാൻ സമയമായി. അപ്പോൾ ഈ സഹോദരൻ പറയുന്നു, ഇല്ല, ഞാൻ മുന്നോട്ടില്ല, എനിക്കിപ്പോ നല്ല സുഖമല്ല, നിങ്ങൾ മുന്നോട്ട് പോകും. കേൾക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈ സഹോദരന്റെ മനസ്സിൽ ഇത് വന്നുപോയി. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല, നിങ്ങൾ 2 പേരും ഹജ്ജ് ചെയ്യാൻ പോകണം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഇവർ 2 പേരും എന്തായാലും സ്നേഹിതം പറഞ്ഞതല്ലേ, ഇവർ 2 പേരും മുന്നോട്ട് പോയി. നിങ്ങൾക്ക് സംസാരിക്കാൻ ശ്രദ്ധ വിട്ടുപോകരുത്. അതായത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ 2 സഹോദരന്മാർ യാത്ര പോയി.
ഇദ്ദേഹം ആ ഗ്രാമത്തിൽ താമസിക്കുകയാണ്. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഗ്രാമമാണ്. ഈ രണ്ട് സഹോദരങ്ങൾ യാത്ര പോയ സമയത്ത് ഈ മൂന്നാമത്തെ സഹോദരൻ എന്താ ചെയ്തത്? ഇദ്ദേഹം കണ്ട് ഇഷ്ടപ്പെട്ടു പോയ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് ക്രിസ്ത്യാനിയായ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. ഇത് ഇന്നത്തെ അവസ്ഥയിലെ പണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ചെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്രിസ്ത്യാനിയല്ല, ഇദ്ദേഹം മുസ്ലിമാണ്. ഇവിടെ ഇപ്പൊ അതാണ് പ്രശ്നം. ഈ പെണ്ണിന്റെ പിതാവ് പറഞ്ഞു, മോനെ നിനക്ക് കെട്ടിച്ചേരാൻ പറ്റത്തില്ല. അതായത് ഇവളുടെ മഹർ, എന്റെ മോൾ ക്രിസ്ത്യാനിയാണ്, നിനക്ക് കെട്ടിച്ചണമെങ്കിൽ നിനക്ക് ഇവൾക്ക് കൊടുക്കേണ്ട മഹർ വല്ലാത്ത ഭാരമാണ്, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ നീ തിരിച്ചു പോയെന്ന് അയാൾ പറഞ്ഞു നോക്കി. നീ എന്തിനാണ് നിന്റെ വിശ്വാസം തകർക്കുന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ഒരു രസമാണ്. മനസ്സിൽ വിചാരം വന്നുപോയാൽ അത് പിന്നെ മാറ്റാൻ അല്ലാഹു വിചാരിച്ചാലല്ലാതെ നടക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി എത്രയോ രാത്രികൾ, എത്രയോ വർഷങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത ചെറുപ്പക്കാരൻ ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം പെണ്ണിന്റെ സൗന്ദര്യം തന്റെ മനസ്സിൽ പതിച്ചതുകൊണ്ട്, അത് തന്റെ ശരീരത്തിൽ ഇഴുകിച്ചേർന്നതുകൊണ്ട് തനിക്കിനി അത് വിട്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ സ്വന്തം സുഹൃത്തുക്കളെ ഹജ്ജിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് ആ ഗ്രാമത്തിലേക്ക് നിന്നത്. അദ്ദേഹത്തോട് പറയുന്നു, എന്ത് മഹറാണെങ്കിലും, എത്ര പ്രശ്നമുള്ളതാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് മഹർ പറയൂ. നിങ്ങളെ മോളെ എനിക്ക് കെട്ടണം. അദ്ദേഹം പറയാം. മഹർ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹർ എന്താ? നീ മുസ്ലിം ആവാതിരിക്കുക, ഇസ്ലാം വിടുക, ക്രിസ്ത്യാനിയാവുക. ക്രിസ്ത്യാനിക്ക് എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. അയാൾ പറഞ്ഞൊരു ന്യായമാണ്. അയാളുടെ ന്യായം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ പറഞ്ഞത് വിധിയുടെ കാര്യമാണ് പറഞ്ഞത്. വിധിയുടെ കാര്യം നമ്മുടെ വിഷയം അതാണ്. ഈ സഹോദരൻ പറഞ്ഞു, നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഞാനിതാ ക്രിസ്ത്യാനിയായിരിക്കുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം മതം മാറി ഇദ്ദേഹത്തിന് മോളെ കെട്ടിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതാനും വർഷങ്ങളായപ്പോൾ 2 മക്കളെ ആ പെണ്ണ് പ്രസവിച്ചു. ഈ സഹോദരന് 2 കുട്ടികളുണ്ടായി. 2 മക്കളായ സമയത്ത് പിന്നെ അധികം വൈകിയില്ല, മരണം വന്ന സഹോദരനെ വിളിച്ചു കൊണ്ടുപോയി. അയാള് മരിച്ചുപോയി. മുസ്ലിമായിരുന്ന സഹോദരൻ ഒരു പെണ്ണിന് വേണ്ടി, അവൾ ഏത് മതക്കാരിയാണെന്ന് പോലും നോക്കാതെ, മുസ്ലിമാണെന്ന് പോലും ചിന്തിക്കാതെ, ക്രിസ്ത്യാനിയായ പെണ്ണിന് വേണ്ടി അവളെ കല്യാണം കഴിക്കാൻ ഈമാൻ ബലി കഴിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അധിക കാലം അവളുമായിട്ട് സുഖിച്ച് ജീവിക്കാൻ അവസരം കിട്ടാതെ 2 പിഞ്ചോമന പൈതങ്ങളുള്ളതായ പ്രായത്തിൽ, ചെറിയ മക്കളുടെ പ്രായത്തിൽ അദ്ദേഹം അതേ മരിച്ചുപോയി. ആ പെണ്ണിന് വല്ലാത്ത പ്രയാസമായി. ആ മക്കൾക്ക് ഇനി ആരാണുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഹജ്ജിന് പോയ 2 സുഹൃത്തുക്കൾ മടങ്ങി വരികയാണ്. ഈ സഹോദരൻ ഇവിടെ മരിച്ചുപോയി. ഈ 2 സഹോദരങ്ങൾ ഇവിടെ ഇറങ്ങി, ഈ ഗ്രാമത്തിൽ ഇറങ്ങി അവിടെ അന്വേഷിച്ചു. ഞങ്ങളുടെ ഒരു സഹോദരൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം ഇപ്പോ എവിടെയാണ്? ഞങ്ങളോടൊത്ത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് യാത്ര വന്ന ആ സഹോദരൻ പക്ഷേ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് ഞങ്ങളെ പോകാൻ പറഞ്ഞു. ഹജ്ജിന്റെ തിരിച്ചുവരവിൽ, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കൂട്ടി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ചോദിച്ചു. ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ആ സഹോദരൻ അതേ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടപ്പെട്ട് ആ പെണ്ണിന് വേണ്ടി മതം മാറി, ഇസ്ലാം ഉപേക്ഷിച്ചു, ക്രിസ്ത്യാനിയായി. ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ 2 മക്കൾ, 2 ചെറിയ കുട്ടികൾ ഉണ്ടായി. വൈകാതെ തന്നെ മരിച്ചുപോയി. ഈ സംഭവം കേട്ടെന്റെ പ്രിയപ്പെട്ടവരെ, ആ 2 സുഹൃത്തുക്കൾ കരയുകയാണ്. ആ സഹോദരന്റെ ദാരുണമായ അന്ത്യത്തെ കുറിച്ച് ഓർത്തിട്ട്, എത്ര നല്ല ഇബാദത്തുകാരനായിരുന്നു, എത്ര അല്ലാഹുവിനെ പേടിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഒരു പെണ്ണിന്റെ സൗന്ദര്യം, ഒരു പെണ്ണിന്റെ അഴക് തന്റെ ഹൃദയത്തെ കവർന്നുവോ, ഇത്ര പെട്ടെന്ന് കീഴടക്കിയോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഇസ്ലാമിൽ നിന്ന് പോലും പുറത്താക്കാൻ, അന്ത്യം മോശമാകാൻ കാരണമായോ?
എന്ന് വിചാരിച്ചുകൊണ്ട് ഈ രണ്ട് സുഹൃത്തുക്കൾ നിർത്താതെ കരയുകയാണ്. ചോദിച്ച ആളുകളോട് തന്നെ ചോദിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനെ അടക്കം ചെയ്തത് എവിടെയാണ്? ആ ശ്മശാനം ഞങ്ങൾക്കൊന്ന് കാണിക്കുമോ? അവര് പറഞ്ഞു കൊടുത്തു, ഇന്ന ചർച്ചിന്റെ ക്രിസ്ത്യൻ പള്ളിയുടെ ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പോയാൽ നിങ്ങൾക്ക് ആ സഹോദരന്റെ ശവക്കല്ലറ കാണാൻ കഴിയും. ഈ രണ്ട് ചെറുപ്പക്കാരങ്ങോട്ട് പോവുകയാണ്. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ആ സഹോദരന്റെ ദാരുണമായ അന്ത്യവും ആ മരണാനന്തര ജീവിതത്തിന്റെ വിലാപവും അത് നേരിട്ട് കാണാനും അനുഭവിക്കാനും വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സഹോദരങ്ങൾ കരഞ്ഞുകൊണ്ട് ആ സഹോദരന്റെ ശവക്കല്ലറയിലേക്ക് പോകുമ്പോ ആ ശവക്കല്ലറയുടെ മുകളിൽ ഒരു പെണ്ണ് കിടന്ന് കരയുന്നു. ഒരു പെണ്ണ് തലയിട്ട് അടിച്ചടിച്ച് കരയുകയാണ്. ഒപ്പം രണ്ട് കുട്ടികളും, രണ്ട് ചെറിയ കുട്ടികളും അതാ നിലവിളിക്കുകയാണ്. ഇനി ഞങ്ങൾക്കാരാണ്? ഇനി മക്കൾക്കാരാണ്? ഇനി എന്നെ പോറ്റാനാരാണ്? എന്റെ പ്രിയപ്പെട്ട മണവാളനെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ വിട പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് ആ പെങ്ങൾ കരയുന്നു, ആ മക്കൾ കരയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ദൂരെ നിന്നിട്ട് അതാ ഈ രണ്ട് സഹോദരങ്ങൾ നിലവിളിക്കുകയാണ്. ഇവര് കരയാൻ തുടങ്ങി. ഈ രണ്ട് സഹോദരങ്ങൾ കരയാൻ തുടങ്ങി. ഈ രണ്ട് സഹോദരങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ കരയാൻ തുടങ്ങിയപ്പോ ശബ്ദങ്ങൾ പെരുത്തു. ഇവരറിയാതെ ശബ്ദങ്ങൾ അതെ അട്ടഹസിച്ചുകൊണ്ട് തന്നെ, വളരെ ഉച്ചത്തിൽ തന്നെ, ഒച്ച വെച്ചുകൊണ്ട് തന്നെ കരഞ്ഞു. ഈ കരയുന്നതാരാണെന്ന് വിഷമിച്ചുകൊണ്ട് ശവക്കല്ലറയിൽ തലവെച്ച് കിടക്കുന്ന പെണ്ണുണ്ടല്ലോ, ആ ഭാര്യ അതാ തിരിഞ്ഞു നോക്കുമ്പോ രണ്ട് ചെറുപ്പക്കാരതാ നിന്ന് കരയുന്നു. രണ്ട് സുഹൃത്തുക്കൾ നിന്ന് കരയുന്നു. ഈ പെണ്ണിന് അവരോട് അനുകമ്പ തോന്നിയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? ഞാൻ കരയുന്നത് എന്റെ ഭർത്താവിന് വേണ്ടിയാണ്. എന്റെ മക്കൾ കരയുന്നത് അവരുടെ പിതാവിന് വേണ്ടിയാണ്. ആ വേർപാട് താങ്ങാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ ആ സഹോദരന്മാര് പറയുകയാണ്, പെണ്ണേ, നിന്റെ സെമിത്തേരിയിൽ, ക്രിസ്ത്യാനികളുടെ ശവക്കല്ലറയിൽ, ഈ ശവക്കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്ന ഈ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ? എല്ലാ രാത്രികളിലും തഹജ്ജുദ് ശരിക്ക് നമസ്കരിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, എല്ലാ നമസ്കാരങ്ങളും കൃത്യമായി ചെയ്തിരുന്ന, എത്രയോ വർഷങ്ങൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങളിൽ മുന്തിയ ഇബാദത്ത് ചെയ്തിരുന്ന ഒരു മനുഷ്യന്റെ ശരീരമാണ് കിടക്കുന്നത്. പെണ്ണേ, വല്ലാത്ത ചതിയല്ലേ? നിന്റെ ശരീരത്തിന്റെ, നിന്റെ മേനിയുടെ അഴക് കണ്ടിട്ട്, തുടുപ്പ് കണ്ടിട്ടല്ലേ ആ സഹോദരന്റെ ഹൃദയം നിന്നിലേക്ക് ആകർഷിച്ചു പോയത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്കൊപ്പം ഹജ്ജ് ചെയ്യാൻ വരാത്തത്? ആ പെണ്ണിനോട് കഥ വിവരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടിയല്ലേ മതം മാറിയത്? നിനക്ക് വേണ്ടിയല്ലേ ക്രിസ്ത്യാനിയായത്? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പെണ്ണിത് കേട്ടിട്ട് കരയാൻ തുടങ്ങി. ആ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി. ഈ സഹോദരന്റെ കഥ കേട്ടിട്ട്, ആ സഹോദരന്റെ വിശ്വാസം കേട്ടിട്ട്, മുന്തിയ ഇബാദത്ത് കേട്ടിട്ട്, എനിക്ക് വേണ്ടി മതം മാറി എന്നെ കല്യാണം കഴിച്ചിട്ട് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ അസ്തമിച്ചു പോയില്ലേ? ഈമാൻ തെറിച്ചു പോയില്ലേ? മുസ്ലിം അല്ലാതെ മരിച്ചു പോയില്ലേ? ആ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പെണ്ണതാ ഈ രണ്ട് സഹോദരങ്ങളോട് പറയുന്നു, അദ്ദേഹത്തിന് പകരം ഞാൻ മുസ്ലിം ആവുകയാണ്. അദ്ദേഹത്തിന് പകരം ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. എനിക്കിനി ക്രിസ്ത്യാനിസം വേണ്ട. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. വാന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഷഹാദത്ത് പറഞ്ഞ്, നബിയുടെ ഷഹാദത്ത് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ക്രിസ്ത്യാനിയായ പെണ്ണ് മുസ്ലിമാകുന്നു. കൂട്ടത്തിൽ